Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 22 ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് 1 by root of n plus 7 equal to 0. 1 by root n plus 7 ന്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ 2n by n plus 2 ന്റെ ലിമിറ്റ് 2 ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോസിറ്റീവ് എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ n ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ആ നാച്ചുറൽ നമ്പറോ അതിനേക്കാൾ വലുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പേഴ്സ് n-കൾ എടുത്തു കഴിഞ്ഞാലും ഈ 1 by root n plus 7ഉം ഇവിടുത്തെ 0യും തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് എടുക്കുക. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് മോഡുലസ് ഓഫ് 1 by root n plus 7 minus 0. ഇതിന്റെ ഡിഫറൻസിന്റെ മോഡുലസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് 0 ആണെന്ന് പറയും. ഇതാണ് ലിമിറ്റിന്റെ ഫോർമൽ ഡെഫിനിഷൻ. നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ 1 by root n plus 7 ന്റെ മോഡുലസ് എടുക്കാം. നോക്കൂ, ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് അത് 1 by root n plus 7 തന്നെയാണ്. കാരണം ഇവിടെ 1 പോസിറ്റീവ് ആണ്, റൂട്ടിനകത്തുള്ള ആ റൂട്ടിന്റെ ടേം എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് മോഡുലസ് ഇടുന്നതും ഇടാത്തതും എന്താണ്? സെയിം എഫക്റ്റ് ആണ്. ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? ഇതിനൊരു എസ്റ്റിമേറ്റ് ഫൈൻഡ് ചെയ്യാം. എസ്റ്റിമേറ്റ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ n plus 7നേക്കാൾ ചെറുതാണല്ലോ n, അല്ലെങ്കിൽ n-നേക്കാൾ വലുതാണല്ലോ n plus 7. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. കാരണം എന്താണ്? ഇവിടെ റൂട്ട് ഉണ്ട് n plus 7. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. നോക്കൂ, ഇവിടെ റൂട്ട് എടുത്തു, ഇവിടെ റൂട്ട് എടുത്തു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. റൂട്ട് എടുത്താൽ ഇനീക്വാലിറ്റിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് n plus 7 ഗ്രേറ്റർ ദാൻ റൂട്ട് n കിട്ടി. നോക്കൂ, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. രണ്ട് സൈഡിൽ റെസിപ്രോക്കൽ എടുക്കുക. നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇനീക്വാലിറ്റി ലെസ് ദാൻ ആയിട്ട് മാറും. അപ്പൊ 1 by root n plus 7 ലെസ് ദാൻ 1 by root n ആയിട്ട് മാറി. ഇനി നമുക്ക് വേണ്ടത് ലിമിറ്റിന്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പർ n ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 1 by root n-നേക്കാൾ വലുതായിട്ട് നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് എപ്സിലോൺ നമുക്ക് കിട്ടണം. ഓക്കെ, സോ 1 by root n ലെസ് ദാൻ എപ്സിലോൺ, അതായത് നമ്മൾ ഇവിടെ കിട്ടിയ 1 by root n-നേക്കാൾ വലുതായിരിക്കും നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് എപ്സിലോൺ. നോക്കൂ, ഇതിന് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തു. നോക്കൂ, ഇതിന് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോൾ 1-ന്റെ സ്ക്വയർ 1, റൂട്ട് n-ന്റെ സ്ക്വയർ n ലെസ് ദാൻ എപ്സിലോണിന്റെ സ്ക്വയർ എപ്സിലോൺ. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. നോക്കൂ, 1 by n-ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അത് n ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. എപ്സിലോൺ സ്ക്വയറിന്റെ റെസിപ്രോക്കൽ 1 by എപ്സിലോൺ സ്ക്വയർ. ഓക്കെ, സോ ഈ ഒരു ഇനീക്വാലിറ്റി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള നാച്ചുറൽ നമ്പർ n ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി n-നെ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് എപ്സിലോൺ എടുക്കുക, എന്നിട്ട് എപ്സിലോണിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, നോക്കൂ, ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 1 by എപ്സിലോൺ സ്ക്വയർ എടുക്കുക. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും. ആ 1 by എപ്സിലോൺ സ്ക്വയർ എന്നുള്ള നമ്പറിനേക്കാൾ വലുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? n-നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1 by എപ്സിലോൺ സ്ക്വയർ എന്നുള്ളത് ഒരു 2500 ആണെങ്കിൽ, ഓക്കെ, 1 by എപ്സിലോൺ സ്ക്വയർ എന്നുള്ള നമ്പർ 2500 ആണെങ്കിൽ നമ്മൾ n-നെ എങ്ങനെ ചൂസ് ചെയ്യണം? 2500-നേക്കാൾ വലുതായിട്ടുള്ള നമ്പർ, എക്സാമ്പിൾ ആയിട്ട് 2501 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ n എന്നുള്ള ക്യാപിറ്റൽ നമ്പറിന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, ഇനി ആ n-ഓ അതിനേക്കാൾ വലുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? മോഡുലസ് ഓഫ് 1 by root n plus 7 minus 0 ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് എന്താണ്? 0 ആണെന്ന് പറയാം. സോ ലിമിറ്റ് n tends to infinity 1 by root of n plus 7 equal to 0. സോ നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് n tends to infinity 2n by n plus 2 എന്താണ്? 2 ആണെന്നാണ്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 2n by n plus 2ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് എടുക്കുക. സോ മോഡുലസ് ഓഫ് 2n by n plus 2 minus 2. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ 2n minus 2 into ഈ n plus 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ n plus 2 വരും, ഓൾ ഡിവൈഡഡ് ബൈ താഴെ n plus 2 വരും. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ ഈ മോഡുലസിനകത്തുള്ള ഈ -2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ, സോ -2 into n -2n -2 into +2 അത് -4 ആകും ഡിവൈഡഡ് ബൈ n plus 2. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 2n-ഉം -2n-ഉം കട്ട് ചെയ്ത് പോകും. നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് -4 ഡിവൈഡഡ് ബൈ n plus 2 എന്ന് കിട്ടും. ഓക്കെ,
അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇതിന് മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഒഴിവാക്കുമ്പോൾ നമ്മൾ -4 മോഡുലസ് 4 n+2 മോഡുലസ് n+2. ഓക്കെ, നോക്കൂ നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് 4/n+2 എന്ന് കിട്ടി. സോ ഇതെന്തിന് ഈക്വൽ ആണ്? 4/n+2 ഈക്വൽ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കിട്ടിയ 4/n+2 വലുതായിട്ടുള്ളൊരു ടേം നമ്മൾ ഫൈൻഡ് ചെയ്യാം. നോക്കൂ, ഈ 4/n+2 വലുതാണല്ലോ 4/n. റീസൺ എന്താണ്? ഈ n+2 ചെറുതാണ് n. ഇപ്പൊ ഡിനോമിനേറ്ററിൽ ചെറുതാവുമ്പോൾ മൊത്തം നമ്പർ വലുതാവും. അപ്പൊ ഇവിടെ 4/n+2 വലുതാണ് ഇത് 4/n. ഇനി നമുക്ക് വേണ്ടത് ലിമിറ്റിന്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പർ n ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? 4/n വലുതായിട്ട് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്യാം. നോക്കൂ, ഇതൊന്ന് റെസിപ്രോക്കൽ എടുത്ത് നോക്കൂ. 4/n റെസിപ്രോക്കൽ എന്താണ് കിട്ടുക? 4/n n/4. ഈ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആവും. എപ്സിലോണ്ടത് 1/epsilon. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ 4നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തത്തിൽ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെയും 4 വരും. ഓക്കെ, അപ്പൊ നോക്കൂ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് n കിട്ടും, ഗ്രേറ്റർ ദാൻ. ഇവിടെ 1 × 4 4 4/epsilon. സോ n ഗ്രേറ്റർ ദാൻ 4/epsilon നമുക്ക് കിട്ടും. സോ നമ്മൾ ചൂസ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പർ n എങ്ങനെ ചൂസ് ചെയ്യണം? 4/n വലിയ നാച്ചുറൽ നമ്പർ n നമ്മൾ ചൂസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം? ചൂസ് n ഗ്രേറ്റർ ദാൻ 4/epsilon. 4/epsilon വലിയ നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2n/n+2 ലിമിറ്റ് ആരായിരിക്കും? 2 എന്നുള്ള നമ്പർ ആയിരിക്കും.